എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 10ാം ഭാഗമാണ്. ആഷ്ലിൻ, എനിക്കൊന്ന് അറിയണം. എന്തിനാ ആഷ്ലിൻ എന്റെ മുന്നിൽ കള്ളം പറയുന്നതെന്ന്? അത് കേട്ടപ്പോൾ ആഷ്ലിൻ, കള്ളമോ? ഞാനോ? പെട്ടെന്ന് ആദിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ ആഷ്ലിൻ, കള്ളം. എന്നെ ഇഷ്ടമല്ല എന്ന കള്ളം. ആദി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. മാഷ്, ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ എനിക്ക് മുഖം കൊടുക്കാതെ നിന്നത്? നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കാണാതിരിക്കാനല്ലേ? ആഷ്ലിന്റെ നിറകണ്ണുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആദി പറഞ്ഞു. എന്റെ കണ്ണുകളൊന്നും നിറഞ്ഞിട്ടില്ല. അവൾ അതും പറഞ്ഞ് നിറകണ്ണുകൾ കൈകൊണ്ട് തുടച്ചു. ട്രെയിൻ വരാൻ ടൈമായി, ഞാൻ പോകുന്നു. ആഷ്ലിൻ വേഗം അത് പറഞ്ഞ് ആദിയെ കടന്ന് നടന്നു നീങ്ങി. ആഷ്ലിൻ, ആദി പുറകിൽ നിന്നും വിളിച്ചപ്പോൾ അവൾ ഒന്നു നിന്നു. ആഷ്ലിൻ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വേറെന്തോ കാരണങ്ങൾ കൊണ്ടാണ് നീ അത് വേണ്ടാന്ന് വെക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ ഈ ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ മെഴുകുതിരികൾ കത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആദിയുടെ മുഖത്തുകൂടെ കണ്ണീർ ഒഴുകിയിറങ്ങി. ആദിയുടെ വാക്കുകൾ ഇടറിയിരുന്നു. പക്ഷെ ആദി പറഞ്ഞതൊന്നും കേട്ടഭാവം നടിക്കാതെ, ഒഴുകി വന്ന കണ്ണീർ ആദിയെ കാണിക്കാതെ, മനസ്സിൽ 1000 പ്രാവശ്യം ആദിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു നീങ്ങി. അവൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആദി അവിടെ ഒരു ശിലയായി നിന്നു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഈ ദൈവത്തിനു മുന്നിൽ മെഴുകുതിരികൾ കൊണ്ട് തന്റെ പേര് അവൾ ആലേഖനം ചെയ്യുമായിരുന്നുവോ? ട്രെയിലെ മെഴുകുതിരികൾ കൊണ്ട് തീർത്ത ആദി എന്ന ദീപശോഭയിലേക്ക് നോക്കി ആദി പറഞ്ഞു. ചേട്ടായി, ചേട്ടായി. കൊഞ്ചൽ നിറഞ്ഞ ഒരു കുഞ്ഞിന്റെ ശബ്ദമാണ് ആദിയെ ഓർമ്മകളുടെ ലോകത്തു നിന്നും വർത്തമാനകാലത്തിലേക്ക് എത്തിച്ചത്. ആദി പതിയെ കണ്ണു തുറന്നു നോക്കി. തന്റെ മുന്നിലെ സീറ്റിൽ ഒരു 5-6 വയസ്സ് തോന്നിക്കുന്ന സുന്ദരിക്കുട്ടി അവളുടെ ചേട്ടനെ വിളിച്ച് പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നതാണ് കണ്ടത്. ആദിയുടെ നോട്ടം കണ്ടപ്പോൾ ആ കുട്ടി അവളുടെ കുഞ്ഞി നുണക്കുഴി വിരിയിച്ച് ഒരു ചെറുപുഞ്ചിരി ആദിക്കായി സമ്മാനിച്ചിട്ട് പുറത്തേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. ആദി ആ കുഞ്ഞിന്റെ നിഷ്കളങ്ക മുഖത്തേക്ക് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചിട്ട് പുറത്തേക്ക് നേത്രങ്ങൾ ചലിപ്പിച്ചു. പുറത്ത് ചെറിയ താഴ്ചയിലുള്ള കുറ്റിച്ചെടികൾ അങ്ങിങ്ങായി നിൽക്കുന്നിടത്ത് ഒരു ആനക്കൂട്ടം. 2 വലിയ ആനയും പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ 2-3 എണ്ണവും നിൽക്കുന്നു. യാത്രക്കാരൊക്കെ വണ്ടി ഒതുക്കി ആ കാഴ്ച കണ്ടാസ്വദിക്കുകയാണ്. അതിനാൽ ആ ഭാഗത്ത് തിരക്ക് അധികമായിരുന്നു. ബസ് വളരെ വേഗം കുറച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇനി കുറച്ചു സമയത്തെ യാത്രയുള്ളൂ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ആദിയുടെ മനസ്സ് മന്ത്രിച്ചു. ഒപ്പം ആദിയുടെ മനസ്സ് ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. പ്രണയം, അതിന് ഇത്രയും വേദനജനകമായ മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് ആദിക്ക് മനസ്സിലായത് അന്നായിരുന്നു. ആഷ്ലിൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ദിവസം. അവളുടെ മനസ്സിൽ നിന്നുള്ള ഉത്തരമല്ല അന്നവൾ ആദിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് ആദിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ആദി തീരുമാനിച്ചു. ആ കപ്പേളയ്ക്ക് മുന്നിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ആദി എത്തിയപ്പോഴേക്കും ആഷ്ലിന് പോകാനുള്ള ട്രെയിൻ എത്തിയിരുന്നു. ആദി വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. എങ്കിലും ആദിയുടെ മനസ്സ് ആ വേഗതയിലൊപ്പം ഉണ്ടായിരുന്നില്ല. കുറച്ചു മുന്നേ കപ്പേളയ്ക്ക് മുന്നിൽ വെച്ചുണ്ടായ സംഭാഷണങ്ങളിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയായിരുന്നു ആദിയുടെ മനസ്സ്. ആദി അവിടെ എത്തിയപ്പോൾ അനു മാത്രമേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുവേട്ടനെയും ആഷ്ലിനെയും കണ്ടില്ല. ഓ, ഏട്ടൻ എവിടെയായിരുന്നു? പറഞ്ഞോ ഏട്ടാ? ചിരിക്കുന്ന മുഖത്തോടെ അനു ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന രീതിയിൽ ആദി തലയാട്ടി. രണ്ടും കൂടി ഭയങ്കര യാത്ര പറച്ചിലായിരുന്നല്ലോ. രണ്ടിന്റെ മുഖത്ത് മഴമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ആദി ഒന്ന് പുഞ്ചിരിച്ചു. അവിടെ നടന്നതൊന്നും ഈ പാവം അറിയണ്ട എന്ന് ആദി കണക്കുകൂട്ടി. അതെ, ഇപ്പോൾ വരും കേട്ടോ ആള്. സീറ്റ് കണ്ടുപിടിച്ച് ബാഗ് വെച്ചിട്ട് വരും. കള്ളച്ചിരിയോടെ അനു പറഞ്ഞു. അനുവിന്റെ പറച്ചിൽ കേട്ടു നിൽക്കുമ്പോഴാണ് ട്രെയിനിന്റെ വാതിൽക്കലിൽ നിന്നും ആഷ്ലിനും അപ്പുവേട്ടനും അവരുടെ അടുത്തേക്ക് വരുന്നത് ആദി കണ്ടത്. ആദി ആഷ്ലിനെ ഒന്ന് നോക്കി. മുഖമൊക്കെ കഴുകിയ മട്ട്, എന്നാൽ കണ്ണുകൾ കരഞ്ഞു തളർന്ന പോലെ. ആദി ആഷ്ലിനെ ശ്രദ്ധിച്ചുവെങ്കിലും ആഷ്ലിൻ പക്ഷെ ആദിയുടെ നേരെ നോക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ തന്നോട് മറച്ചു വെക്കുന്നത് പോലെ ആദിക്ക് തോന്നി. ആഷ്ലിൻ നേരെ വന്ന് അനുവിനെ കെട്ടിപ്പിടിച്ചു. അവരുടെ യാത്ര പറച്ചിൽ കുറച്ചു സമയം നീണ്ടുനിന്നു. അത്രയും നേരം ചിരിച്ചു സംസാരിച്ച അനു ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. ആഷ്ലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നതിനുള്ള വേദന അവൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്ന് അവളുടെ കണ്ണീരിൽ കുതിർന്ന മുഖം കണ്ടപ്പോൾ ആദിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ട്രെയിനിന്റെ ചൂളംവിളി തുടങ്ങി. ആഷ്ലിൻ പെട്ടെന്ന് തന്നെ അനുവിൽ നിന്നും അടർന്നു മാറി. പോയിട്ട് വരാം എന്ന് അപ്പുവേട്ടനോടും അനുവിനോടും പറഞ്ഞ് വേഗം ട്രെയിനിൽ കയറി. ട്രെയിൻ പതിയെ ചലിച്ചു തുടങ്ങി. അപ്പോഴും ആദിയോട് പോകണം എന്ന് ഒരു വാക്കോ നോട്ടമോ അവളിൽ നിന്നും ഉണ്ടായില്ല. അനുവിനെ കൈവീശി കാണിച്ച് ആഷ്ലിൻ അകത്തേക്ക് തിരിഞ്ഞു നിന്നു. ട്രെയിൻ നീങ്ങിത്തുടങ്ങി. ആദി അവളുടെ വാതിൽക്കലിൽ തന്നെ നോക്കി നിന്നു. ട്രെയിൻ കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ആഷ്ലിൻ അവരുടെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. ആ ഒരു നോട്ടം അത് തനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ആദി അവളുടെ നിറകണ്ണുകളുടെ കൃഷ്ണമണിയിൽ നിന്നും മനസ്സിലാക്കി. ട്രെയിൻ കണ്ണിൽ നിന്നും മായുന്നതുവരെ ആദിയും അവരും അവിടെ നിന്നു. അങ്ങനെ ആഷ്ലിൻ പോയതിനു തൊട്ടു പിന്നാലെ അനുവും അപ്പുവേട്ടനും ആദിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. കളിച്ചിരികൾ നഷ്ടപ്പെട്ട മുഖമായിരുന്നു അനുവിന്റേത്. ആ അവസ്ഥയിലായതുകൊണ്ടാകാം
അവൾ ആദിയോട് അധികമൊന്നും സംസാരിക്കാതെ വേഗം യാത്ര പറഞ്ഞു പോയത്. എന്നാലും ഒരു ദിവസം ബത്ലഹേമിലേക്ക് വരണം കേട്ടോ ഏട്ടാ എന്ന് ആദിയോട് പറയാൻ അവൾ മറന്നില്ല. അങ്ങനെ കാലചക്രം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ആദിയുടെ മനസ്സ് ആ വേഗതയിൽ എത്തിച്ചേർന്നില്ല. സാർ, സാറിനെ റിയാമാം വിളിക്കുന്നു. ഓഫീസ് ക്യാബിനിൽ മേശയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ആദിയുടെ അസിസ്റ്റന്റ് നീരജ് വേഗത്തിൽ വന്നിട്ട് അത് പറഞ്ഞത്. എന്താ നീരജ്? എന്താ? അറിയില്ല, മാം ഇത്തിരി ചൂടിലാണ്. ശരി. ആദി എഴുന്നേറ്റ് റിയയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. എന്താ ആദി ഇത്? ഇതാണോ എഡിറ്റോറിയൽ? മേശപ്പുറത്ത് ഒരു എഡിറ്റോറിയൽ ഫയൽ ആദിക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് റിയ ചൂടൻ സ്വരത്തിൽ പറഞ്ഞു. അതു മാം, ഞാൻ. ആദി, നീ ഒന്നും പറയണ്ട. ജോലിയിൽ കുറച്ച് ആത്മാർത്ഥതയൊക്കെ വേണം. അതെങ്ങനെയാ? അവാർഡൊക്കെ കിട്ടിയപ്പോൾ നീ ആകെ മാറിയില്ലേ? റിയ ദേഷ്യത്തിൽ പറഞ്ഞു. ഇതുവരെയും റിയയിൽ നിന്നും ഇങ്ങനെയൊരു അനുഭവമില്ലാതിരുന്ന ആദി റിയയുടെ ഭാവമാറ്റത്തിൽ ഒന്ന് പകച്ചു. അവൻ വളരെ നേർത്ത ശബ്ദത്തിൽ മാം എന്ന് വിളിച്ചു. ശരി, ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. വേഗം ഇത് കൊണ്ടുപോയി തിരുത്തിക്കൊണ്ടുവരൂ. ആദിയുടെ മുഖം കണ്ടപ്പോൾ അധികം ചീത്ത പറയാൻ റിയയ്ക്ക് തോന്നിയില്ല. അല്ലെങ്കിലും റിയ ഇതുപോലെ ആദിയോട് ഇതുവരെയും പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആദിയുടെ അലസത കൂടി വരുന്നതും സ്റ്റാഫുകൾക്കിടയിൽ സംസാരം വന്നതുകൊണ്ടുമാണ് റിയ ഇത്തിരി ചൂടായി സംസാരിച്ചത്. റിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദി ആ ഫയലും എടുത്ത് ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. എടാ! ആദി തിരിഞ്ഞു നടന്ന ആദിയെ റിയ വിളിച്ചു. റിയയുടെ വിളി കേട്ട് ആദി ഒന്ന് നിന്നു. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ചേച്ചിയെപ്പോലെ കരുതുന്ന വ്യക്തിയിൽ നിന്നും വന്ന വാക്കുകൾ ആദിയുടെ മനസ്സിനെ വല്ലാതെ റലച്ചിരുന്നു. അനിയൻ കുട്ട. സോറിഡാ. റിയ വേഗം ചെയറിൽ നിന്നും എഴുന്നേറ്റ് ആദിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. സോറിഡാ, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു. നീ ഒന്ന് ക്ഷമിക്കടാ. നിന്റെ ചേച്ചിയല്ലേടാ ഞാൻ. പ്ലീസ് ടാ. ആദിയുടെ മൗനം റിയയെ വല്ലാതെ തളർത്തി. നീ ഇവിടേക്ക് വന്നേ, ഇവിടെ ഇരുന്നേ. ആദിയുടെ മൗനം കണ്ടപ്പോൾ റിയ തന്നെ ആദിയെ കസേരയിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് അവന്റെ കയ്യിലെ ഫയൽ വാങ്ങി ടേബിളിൽ വെച്ചു. അതിനുശേഷം റിയ അവന് നേരെ ടേബിളിൽ ചാരി നിന്നു. എന്താ അനിയൻ കുട്ട? എന്താ നിനക്ക് പറ്റിയത്? ആദിയുടെ മുഖത്ത് നോക്കി റിയ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല മാം. മാമോ? ചേച്ചി എന്ന് വിളിക്കടാ, റിയ പറഞ്ഞു. അത് ചേച്ചി, ഞാൻ. എന്താ നിനക്ക് പറ്റിയത്? കുറച്ചു നാളുകളായല്ലോ ഒന്നിലും ശ്രദ്ധയില്ലാതെ. എന്താടാ, വല്ല പ്രേമത്തിലും പെട്ടോ? എടുത്തടിച്ച പോലെ റിയ ചോദിച്ചപ്പോൾ ആദി ഒന്ന് പരിങ്ങി. അത് കണ്ടപ്പോൾ അപ്പോൾ അത് തന്നെ കാര്യം, റിയ ചിരിയോടെ പറഞ്ഞു. ആരാ ആ കുട്ടി? പുരികം ഉയർത്തി റിയ ചോദിച്ചു. ഹേയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഓവ്, പറയടാ അനിയൻ കുട്ട, ഒരു കൊഞ്ചലോടെ റിയ ചോദിച്ചു. ഉണ്ടായിരുന്നു. റിയയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ ആദിക്ക് തോന്നിയില്ല. ഉണ്ടായിരുന്നുവോ? എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ? റിയ ചോദിച്ചു. കുറച്ചുനാൾ മുൻപുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല, ആദി പറഞ്ഞു. അത് കേട്ടപ്പോൾ റിയക്കും വിഷമമായി. സാരമില്ലടാ, അവൾ പോട്ടേടാ. നിനക്ക് വേണ്ടി വേറെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് റിയ അവനെ സമാധാനിപ്പിച്ചു. റിയ എത്ര ചോദിച്ചിട്ടും കുട്ടി ആരാണെന്ന് ആദി പറഞ്ഞില്ല. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോൾ റിയയ്ക്കൊരു കോൾ വന്നു. റിയ ലാൻഡ് ഫോണിന്റെ റിസീവർ എടുത്ത് സംസാരിച്ചു. ആദി, നീ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.